ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ലൂബിക്ക വച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ലൂബിക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ലൗലോലിക്ക എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ലൂബിക്ക കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നല്ലെണ്ണയാണ് അച്ചാറിടാൻ നല്ലത്. 4 ടേബിൾ സ്പൂൺ ഓളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. കേടാകാതെ കുറച്ചധികം ദിവസം ഇരിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 അല്ലിയോടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ബ്രൗൺ നിറമാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ശേഷം വേണ്ടത് കാന്താരി മുളകാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 15 കാന്താരി മുളകോളം എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. എണ്ണയിൽ മുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് 2 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. എല്ലാം കൂടി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കാം. തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വച്ചിട്ടുള്ള ലൂബിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അച്ചാർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലൂബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. വളരെ കുറഞ്ഞ സമയം മാത്രം മതി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.